ആദ്യമായിട്ട് ഒരാൾ ചോദിച്ചേക്കുന്ന കേട്ടോ. ഇടുന്നതല്ലേ കുമ്പളങ്ങ. എന്തൊക്കെയാ ചോദിക്കുന്നത്, എന്തൊക്കെ മണ്ടത്തരം നമ്മൾ സഹിക്കണം. ഇത് കൊളാവാണ്. ഒന്ന് പോടാ പോയി. കഷ്ടപ്പെട്ട് ഒരു ഷർട്ടേ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് അയ്യോ ഞാനും ഉണ്ടടാ. ബിനുവിന്റെ വിളയാട്ടങ്ങൾ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ അതിലൊരു ഗ്ലൂക്കോവിറ്റി ആണോ അത്? ഇടയ്ക്കിടയ്ക്ക് ഒരു നമ്മൾ ഈ യൂട്യൂബ് ഒക്കെ ചെയ്യുന്ന സമയത്തും എല്ലാവരും അൾട്ടിമേറ്റ്ലി മനസ്സിൽ സിനിമ എന്നുള്ളൊരു മോഹം ഉണ്ടാവും. ആശ്ചര്യ ദശമൂലമായിട്ട് തോന്നിയോ? ഞാനായിരുന്നെങ്കിൽ അവിടെ നിന്ന് മരിച്ചനെ, നിന്ന് മരിച്ചു വീണത്. ഞാൻ പറഞ്ഞു അനൂപ് കുരുത്തം കെട്ടവൻ അതിന്റെ സെക്കൻഡ് പാർട്ട് എന്തെങ്കിലും ചെയ്യണം ചേട്ടാ, ഞാനും എന്നും ആലോചിക്കൂ എന്ന് പറയും. തൃശ്ശൂർ അടിപൊളിയാ. കുരുത്തം കെട്ടവൻ. ഹായ് ഹലോ, വെൽക്കം ടു ഓൺ ലുക്കേഴ്സ് മീഡിയ. ഇറ്റ്സ് മീ നൗറിൻ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എക്സ്ട്രാ ഡീസന്റ് ആയ കുറച്ച് പേരാണ്. സുരാജ് ചേട്ടൻ ആൻഡ് ഗ്രേസ് ചേച്ചി, അതേപോലെ ശ്യാം ചേട്ടൻ, പിന്നെ അമീർ സാർ ആണ്. എല്ലാവർക്കും വെൽക്കം ടു അവർ ഷോ. എല്ലാം പെട്ടതായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. എന്തൊക്കെയാണ്? സുഖമായിട്ടിരിക്കുന്നു. എന്താ പറയാ, ഫസ്റ്റ് ഓഫ് ഓൾ സുരാജ് ചേട്ടൻ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ഇത്രയായിട്ടും ഇപ്പം കുറെ ആയി നമ്മള് ഒരു കോമഡി മൂവി ചെയ്തിട്ട്, അപ്പൊ ബാക്ക് ടു കോമഡിയിലേക്ക് വരികയാണ്. ഇപ്പം ഒരു ടൈം ആയപ്പം നമ്മൾ ആക്ഷൻ ഹീറോ ബിജു മുതൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള റോളൊക്കെ ചെയ്തു അതിനുശേഷം. അപ്പൊ ഇപ്പൊ വീണ്ടും ബാക്ക് ടു കോമഡിയിലേക്ക് വരുമ്പോൾ ചേട്ടൻ എത്ര എക്സൈറ്റഡ് ആണ് അതിനെ കുറിച്ചിട്ട്? ഭയങ്കര, എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. കാരണം ഇതും ഞാൻ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ എൻ്റെ കഥാപാത്രം ഹ്യൂമർ അല്ല, വളരെ സീരിയസ് ആയിട്ടാണ് എല്ലാ കഥാപാത്രങ്ങളും അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. എനിക്ക് എക്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കഥ, ഫസ്റ്റ് ഇതിൻ്റെ കഥയാണ്. ഇതുവരെ വരാത്തൊരു കണ്ടന്റാണ്. പിന്നെ കഥാപാത്രം ആരും ചെയ്യാനായിട്ട് കൊതിക്കുന്ന ഒരു കഥാപാത്രമാണ് അത്. അങ്ങനെ എന്താ, എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. നല്ല ഗംഭീര ക്യാരക്ടറാണ്, കുറേ ചെയ്യാനുണ്ട്, ഒരുപാട് വേരിയേഷൻസ് ഉള്ള പിന്നെ കഥാപാത്രമാണ്. നല്ല നല്ല മൊമെൻറ്റുകളുണ്ട്. ഇതൊരു കുടുംബ ചിത്രം തന്നെയാണ്. ഒരു സീരിയസ് ആയിട്ടാണ് എല്ലാ കഥാപാത്രങ്ങളും ചെയ്തിരിക്കുന്നത്. പക്ഷെ സിറ്റുവേഷൻ വൈസ് നമുക്ക് നന്നായിട്ട് ചിരിക്കാനുള്ള കുറേ മുഹൂർത്തങ്ങളുണ്ട്. ഒരു കുടുംബ ചിത്രം, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രമാണ്. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ഈ കഥാപാത്രം ഞാനാണല്ലോ, ഇല്ലെങ്കിൽ ഇതിൻ്റെ ചെറുത് എൻ്റെ വീട്ടിലുണ്ടല്ലോ, ഇതിൻ്റെ ഇച്ചിരി കൂടിയ ഐറ്റം തൊട്ടപ്പുറത്തെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ തോന്നും. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ളൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവോ? ഫസ്റ്റ് എങ്ങനെയെങ്കിലും കൈയിലാക്കി തരണം ഭഗവാനെ. ആദ്യമായിട്ട് ഒരാൾ ചോദിച്ചേക്കുന്ന കേട്ടോ, ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന്. എന്താ നമ്മളത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ആ നിർത്തിയേക്കുന്നത്. സെക്കൻഡ് പാർട്ടിന് ഒരു ചാൻസ് ഇട്ടുകൊണ്ടാണ് പടം നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ആദ്യം സാറ് തന്നെ ആണല്ലോ, അപ്പം ആളാവല്ലോ, മീൻസ് ബാക്കി സാറ് നോക്കിക്കോളുമല്ലോ എന്നാണല്ലോ അല്ലെ? ബിനുവിന്റെ വിളയാട്ടങ്ങൾ കമ്പനി കാണാനിരിക്കുന്നത് ഞാൻ കേട്ടു. ഓഡിയോ ലോഞ്ചില് ഗ്രേസ് മാം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഇത് ഫുൾ വൺ മാൻ ഷോ ആണ്, സുരാജ് ചേട്ടന്റെ ആണ്. എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല, അതിൽ വിഷമമുണ്ടോ? സ്കോർ ചെയ്യാൻ പറ്റില്ലെന്നോ? അയ്യോ, ഇവരെല്ലാരോടും എപ്പോഴും ഒരു ആക്ടിങ്ങിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. അതിപ്പോ ചിലർക്ക് ഡയലോഗ് തന്നെ വേണമെന്നില്ല. ഇവരുടെയൊക്കെ വെറുതെ നിൽക്കുന്ന ആ റിയാക്ഷൻ മാത്രം മതി, അവിടെ ചിരി വരും. അതാണ് ഏറ്റവും വലിയ പെർഫോമൻസ്. മിണ്ടാതിരിക്കാൻ പറ്റുന്നുള്ളതാണ് ഭയങ്കര പെർഫോമൻസ് എന്ന് പറയുന്നത്. അത് ഗിവ് ആൻഡ് ടേക്ക്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങുകലാണ് ഈ സിനിമയുടെ. ലില്ലിക്കുട്ടി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ആ ഒരു നാഗേന്ദ്രൻ ഹണിമൂണിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പേഴ്സണലി മലയാളത്തിൽ ഇഷ്ടപ്പെട്ട ഒരു മീൻസ് വെബ് സീരീസ് എന്ന് പറയാൻ അത് തന്നെയായിരുന്നു. അതില് മാമിൻ്റെത് പറയാതിരിക്കണം. ഹീറോ അല്ല മാം, ആ ക്യാരക്ടർ അങ്ങനെ ആ ചാടി വരുന്നത് ആയിക്കോട്ടെ. ഞാൻ ഒരു ഇന്റർവ്യൂല് കണ്ടു, അന്ന് എന്തോ കാലിന് ഇഷ്യൂ ഉണ്ടായിരുന്നു അല്ലേ? സൈഡിലൊരു കുതിരയെ കണ്ടപ്പോ അങ്ങനെ ചെയ്തതാണ്. അല്ല അതല്ല, എന്തോ പ്രശ്നം ഒരു ഇന്റർവ്യൂല് പറഞ്ഞതായിട്ട്. അതിന് മുന്നേ അത് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അത് മരുന്ന് കുടിക്കുന്നു ചെയ്തല്ലോ. സീരീസ് ഫുള്ള് ഉണ്ടായിരുന്നോ?
ഇത് അതിലൊക്കെ അതിവിടെ പറയുന്നു. അല്ല അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ 1 കോടിയുടെ കാറൊക്കെ എടുത്തു. ഒരു കാർ എടുത്തു. തെലുങ്ക് പടത്തില് തെലുങ്ക് പടത്തില് തമിഴ് തെലുങ്ക് പടത്തില് തമിഴിന്റെ കഥ കേൾക്കുന്നു. തെലുങ്ക് പടത്തില് റെമ്യൂണറേഷൻ കേട്ടായിരുന്നോ? 3 പേരും കോഴിക്കോടിലെത്തി. ആ കൊച്ചവിടെ പറഞ്ഞു. എന്താന്നറിയാ, നീ പഠിച്ചോണ്ട് വന്നല്ല അവിടെ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കുക, നമ്മള് പറയുന്നതും കൂടെ കേൾക്ക്. അല്ല, എനിക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിള് ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ ചോദ്യം എന്ന് വെച്ചാല്, ഇപ്പം കോളിവുഡിൽ എത്തി നിങ്ങൾ 3 പേരും. ഇപ്പം നെക്സ്റ്റ് ഇപ്പം ഓരോ മൂവിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് ഇപ്പൊ ഐ മീൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പേരൻപ് ഡയറക്ടർ റാം സാറിന്റെ കൂടെ ഒരു പടം ചെയ്തു. അതിന്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാ? അത് നെക്സ്റ്റ് ഇയർ റിലീസ് ഉണ്ടാവും. അപ്പം ചേട്ടന്റെ ആയിക്കോട്ടെ, അമരൻ കഴിഞ്ഞു, റിലീസ് കഴിഞ്ഞു. അതിന്റെ എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള റിവ്യൂസ് കാര്യങ്ങളൊക്കെ അല്ലേ? അഭിനയിക്കുന്ന പടം എല്ലാം 100 കോടി. അതെ അതെ. അമരൻ കോടിയുടെ കളികൾ മാത്രം. എല്ലാം കോടിയാണ്. നുണക്കുഴിയില് ചെറിയൊരു റോള് ചെയ്തുള്ളൂ. ആ പടം എത്ര 60 കോടി ഇടി വന്നു. ശരിക്കും അത് അറിഞ്ഞിട്ടാ ഞാൻ ഈ പടത്തില് ഇവൻ വേണമെന്ന് മസ്റ്റ് പറഞ്ഞ ഡയറക്ടർ. അതായത് നമുക്ക് കണ്ണു കിട്ടായിരിക്കും ഒരാളെ ഇടുന്ന പോലെ കുമ്പളങ്ങ. ഇപ്പം അമീർ സാറിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഫസ്റ്റ് ആയിഷ എന്ന് പറഞ്ഞൊരു മൂവി, അതൊരു ബയോപിക് മൂവിയാണ്. കംപ്ലീറ്റ്ലി ഒരു ട്രൂ ഇവന്റ് ബേസ്ഡ് ഒരു സ്റ്റോറി ആയിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഈ ഒരു ജോണറിലേക്ക് പോവാൻ എന്താണ് കാരണം? ഒരു ഇൻസ്പയർ ആയി നിലനിൽപ്പ് തന്നെ ഒരു സംവിധായകനാവുമ്പോ വെറൈറ്റി നമ്മളെ പോലെ തന്നെ, ആർട്ടിസ്റ്റുകളെ പോലെ തന്നെയാണ്. ഒരേ ജോണറിൽ സിനിമ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് എന്റെ ഇപ്പൊ ഈ ഒരു ഡാർക്ക് ഹ്യൂമർ സബ്ജക്റ്റിലേക്കുള്ള ഒരു സിനിമ ആയിരിക്കും ചിലപ്പോൾ എന്റെ അടുത്ത് നമ്മൾ ആലോചിക്കുന്ന ഒരു കഥ. ഉറപ്പ് സുരേട്ടനോട് ഉടനെ ഇതുപോലത്തെ ഒരു സിനിമ വേറെ ആരും ചെയ്യൂല. അപ്പൊ അതങ്ങനെയാണ്. സിനിമ മേക്കേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് ഈ പറഞ്ഞതുപോലെ ഒരു ട്രൂ ഇവന്റ്, ഒരാളുടെ ബയോപിക് എന്നതിനപ്പുറത്ത് ഇത് ഒരു നമ്പർ ഓഫ് ആൾക്കാരുടെ ബയോപിക്കാണ് ഇത്. നമ്മുടെ ചുറ്റുമുള്ള ബയോപിക് ഓഫ് ബില്യൺ പീപ്പിൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന അത്രയും നമുക്ക് സുപരിചിതരായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നുള്ളത്. ഇപ്പോൾ ബിനു ആണെങ്കിലും സഞ്ജു ആണെങ്കിലും നിഷിമ ആണെങ്കിലും ആ ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് പരിചയമുള്ള തൊട്ടപ്പുറത്തെ വീട്ടിലോ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള വീടുകളിലൊക്കെ ഒളിഞ്ഞോട്ടായിരുന്നു പണി. അതെ, അത് അടുത്ത വീട്ടിലോ അപ്പുറത്തെ വീട്ടിലോ. അപ്പൊ ആ ഒളിഞ്ഞോട്ടം നോക്കിയത് കൊണ്ട് അത് എക്സ്പീരിയൻസ് ഉള്ള ആളെ തന്നെ അഭിനയിപ്പിക്കുകയാണോ? അതാണ് ഓക്കെ, ശ്യാംചേട്ടനോടാണ്. ഇപ്പം പൊന്മുട്ട എന്ന് പറഞ്ഞൊരു പൊന്മുട്ട മീഡിയ ആ ഒരു ഇതിൽ നിന്ന് തുടങ്ങി, അവിടെ നിന്ന് തുടങ്ങി ഇപ്പം ഒരു ഇയർ ബാക്ക് നോക്കുമ്പോ, ഒന്ന് പുറകോട്ട് പോയി നോക്കുമ്പോ എന്ത് തോന്നുന്നു? ഞാൻ ആ ടൈമിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടേക്ക് തന്നെ സുരാജേട്ടന്റെ കൂടെ അഭിനയിക്കും. ആണ്. ഞാൻ ആ സമയം മുതൽ ഇങ്ങനെ സുരാജേട്ടന്റെ കൂടെ അഭിനയിച്ചേ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെയല്ല അല്ലെങ്കിൽ പണി കൊടുക്കുക. ഇല്ല, ഞാൻ അത് എഫേർട്ട് ആണല്ലോ. നമ്മളെല്ലാം ഇപ്പൊ താൻ ഇവിടെ ഇരിക്കുന്നത് പോലും തന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ താൻ ഭയങ്കര എക്സ്പെർട്ട് ആയിട്ട് ഇരിക്കും. തന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് ആള് വന്ന് ഇനി എന്തൊക്കെയാ ചോദിക്കുന്നത്, എന്തൊക്കെ മണ്ടത്തരം നമ്മൾ സഹിക്കണം. അത് നമ്മൾ ഈ യൂട്യൂബ് ഒക്കെ ചെയ്യുന്ന സമയത്തും എല്ലാവരും അൾട്ടിമേറ്റ്ലി മനസ്സിൽ സിനിമ എന്നുള്ളൊരു മോഹം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ സ്വപ്നം കാണുക എന്ന് പറഞ്ഞ മമ്മൂക്ക് പറഞ്ഞ പോലെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടി തന്നെ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കണം, നല്ല സിനിമകളിൽ നല്ല ക്യാരക്ടർ ചെയ്യണം എന്നൊക്കെ തന്നെ ആ ടൈമിലെ ഫിലിം പാഷനേറ്റ് ആയിരുന്നു. പൊന്മുട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു അതിലുണ്ടായിരുന്ന എല്ലാവരുടെയും നമ്മുടെയൊക്കെ ഒരു ആക്ടിങ് സ്കൂളായിരുന്നു ശരിക്കും. കരിക്കും പൊന്മുട്ടയും തമ്മിൽ ആ ടൈമിൽ കോമ്പറ്റീഷൻ അല്ലായിരുന്നോ? കോമ്പറ്റീഷൻ എന്ന് പറയാൻ പറ്റില്ല. കരിക്ക് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഒരുപാട് ആൾക്കാർ കണ്ടിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് തന്നെ കരിക്കിലും ചെയ്തായിരുന്നു. കരിക്കിലൊരു സീരീസ് എഴുതിയിട്ടുണ്ട്. മനസ്സിലായല്ലോ പൊന്മുട്ടയുടെ. അതെ, അല്ല അപ്പൊ അതെന്തിനാണോ പടിപടിയായിട്ട് അങ്ങനെ വരാൻ പറ്റി. പൊന്മുട്ട ചെയ്യുന്ന സമയത്ത് എനിക്ക് ശരിക്കും കരിക്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. അപ്പൊ കരിക്കിൽ ചെയ്തു. കരിക്ക് നെറ്റ്ഫ്ലിക്സ് ആയിട്ടുള്ള ഒരു കൊളാബ്, അങ്ങനെ ഒരു വീഡിയോ കൊളാബ് സുരാജിന്റെ ഇഷ്ടമല്ലാത്ത വാക്ക. അതെന്താ ചേട്ടാ? അല്ല, ഞാൻ നല്ല ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉടനെ ഒരുത്ത അതിന്റെ പിറകെ നടപ്പുണ്ട്. ഇത് കൊളാബാണ് ഏട്ടാ, ഇത് കൊളാബാണ്. ഒന്ന് പോടാ പോയി, കഷ്ടപ്പെട്ട് ഒരു ഷർട്ടേ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് വരുമ്പോ കൊളാബാന്ന്. അപ്പൊ അതിനുശേഷം ആ വാക്കേ എനിക്ക് അതുകൊണ്ട് പറഞ്ഞ. അപ്പൊ അങ്ങനെ
ചെയ്ത് നമ്മൾ അൾട്ടിമേറ്റ്ലി എത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണല്ലോ ഇറങ്ങി പുറപ്പെടുന്നത്. അത്രേ ഉള്ളൂ. സക്സസ് ആയിരിക്കും. താങ്ക് യു. എനിവേ ഇപ്പം ഗ്രേസ് ചേച്ചിനോടാണെങ്കിലും ഇപ്പം ഹാപ്പി വെഡിങ് ആ ഒരു ഫസ്റ്റ് ആ ഒരു പാട്ടില്ലേ രാത്രി ഷോ, അതൊരു സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞൊരു ആളില്ലായിരുന്നെങ്കിൽ, ആ പാട്ടില്ലായിരുന്നെങ്കിൽ അത് സ്ക്രിപ്റ്റ് വൈസ് ഉള്ളതാണോ അല്ലെങ്കിൽ ഏതേ പാട്ട് പാടി? സ്ക്രിപ്റ്റില് വേറെ പാട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആ പാട്ടല്ലായിരുന്നെങ്കിൽ വേറൊരു പാട്ട് പാടുമായിരുന്നു. ഓഡീഷന് വേറെ ഹരിമുരളിയിലായിരുന്നു ഓഡീഷൻ ഉണ്ടായിരുന്നത്. അത് നല്ലോണം പാടി വെറുപ്പിച്ചുകൊണ്ടാണ് എനിക്ക് ഓഡീഷന് സെലക്ട് ആയത്. ഞാൻ സെയിം സീക്വൻസ് സെയിം സീൻ തന്നെയായിരുന്നു. എങ്ങനെയാ ഇതിലേക്ക് വരുന്നത്? ഓഡീഷൻ വഴിയാ വരുന്നത്. ഓഡിഷൻ. അതിനു മുമ്പ് കലാരംഗത്ത് എന്തൊക്കെയായിരുന്നു? ഞാൻ ഞാൻ BA ഭരതനാട്യം പഠിക്കുമായിരുന്നു കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ. അല്ല, സിനിമ ആയിട്ട് യാതൊരു ഇല്ല, നാടകങ്ങൾ ചെയ്യായിരുന്നു. സ്റ്റേറ്റിൽ പോയി അങ്ങനെ ബെസ്റ്റ് ആക്ട്രസ് ആയിട്ടുണ്ട്. നാടകം ചെയ്തിട്ട്. എന്നിട്ട് ഓഡിഷൻ വഴിയാണ്. അന്നേരം ഒരു അയ്യോ ഞാനും ഉണ്ടടാ. എനിക്ക് സുരാജ് ചേട്ടൻ നോക്കുമ്പോ കുരുത്തം കെട്ടവൻ സോങ് ഓർമ്മയുണ്ടോ ചേട്ടന്? പിന്നെ ഞാനിപ്പോ അനൂപിനെ ഫ്ലൈറ്റിൽ വെച്ച് കണ്ടിരുന്നു. ഈ അടുത്ത സമയത്ത് ഞാൻ ദുബായിൽ കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോ അതൊക്കെ ആലോചിക്കുമ്പോ ചേട്ടന് ഇപ്പൊ എന്താ തോന്നുന്നത്? ആ ടൈമില് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത് അതൊരു കുറ്റബോധം പോലെ അല്ലെങ്കിൽ സ്റ്റിൽ അതൊരു മെമ്മറി പോലെയാണ് തോന്നുന്നത്? അയ്യോ ഭയങ്കര എനിക്ക് ആ സമയത്ത് ആൽബങ്ങളിലായിരുന്നു ഹിറ്റ്. അത് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. സലീമേട്ടനൊക്കെ അഭിനയിച്ചു. അപ്പൊ എനിക്കും ഒരു ആൽബം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്തോ എനിക്ക് ഈശ്വര അനുഗ്രഹം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ പെട്ടെന്നില്ല എങ്കിലും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ദൈവഭാഗ്യം. അപ്പോൾ അനൂപിനെ ഞാൻ ഈ ഒരാഴ്ചക്ക് മുമ്പ് കണ്ടിരുന്നു ദുബായിൽ പോകുന്ന വഴിയിൽ. അതിനുശേഷം കുറേ നാളിന് ശേഷം പുള്ളിയെ കാണുക. ഞാൻ പറഞ്ഞു, അനൂപ് കുരുത്തം കെട്ടവൻ അതിന്റെ സെക്കൻഡ് പാർട്ട് എന്തെങ്കിലും ചെയ്യണം ചേട്ടാ, ഞാനും എന്നും ആലോചിക്കുമെന്ന് പറയും. തൃശ്ശൂർ അടിപൊളിയാ. കുരുത്തം കെട്ടവൻ കേട്ടിട്ടുണ്ട്. പണ്ടെങ്ങാണ്ട് പഠിക്കാൻ വിട്ടപ്പോ മനക്കേലമാവിലെ കല്ലെറിഞ്ഞില്ലേ കുരുത്തം കെട്ടവൻ. ശരിയാ, നമ്മുടെ ഒക്കെ ലൈഫ് എക്സ്പീരിയൻസ്. ശരിക്കും പറഞ്ഞാൽ ആ ടൈമിലൊക്കെ ഭയങ്കര സംഭവം ആയിട്ടുള്ള ഒരു പാട്ടൊക്കെ തന്നെയായിരുന്നു. അപ്പം ചേട്ടൻ പറഞ്ഞ സലീം കുമാർ ചേട്ടന്റെ പാട്ടും ഇതും ടൈമില് അതൊക്കെ ഇപ്പൊ അത് മാറി. ഇപ്പൊ ഈരാളി റാപ്പും ചെയ്ത് തിരുമാലി ഡാൻസ് കണ്ടായിരുന്നു. അത് എങ്ങനെ കൺവിൻസ്? നല്ല ഡാൻസ്, അതല്ലാത്ത ഡാൻസുകളും ഉണ്ട്. ഓപ്പൺ കണ്ണം സ്റ്റാർ ആ ഒരു സംഭവം പോലെ ഒരു ഡാൻസിന്റെ ഒരു ഇത് കണ്ടോ? ഇത് ആ ഒരു വൈറ്റ് ഷർട്ട്. എന്ത് എന്റെ വേറൊരു പേര് എന്റെ ഡാൻസ് ലോകത്ത് എന്നെ വിളിക്കുന്നത് സുരാജ് ദേവ എന്നാ. സുരാജ് ദേവ ബഞ്ഞാറുമൂട്. ഇല്ല, കുഴപ്പമില്ലാതൊക്കെ ചെയ്തിട്ടുണ്ട്. സുരാജേട്ടന്റെ ഒരു ഡാൻസ് ഭയങ്കര ഫേമസ് ആണല്ലോ. എനിക്ക് തേജബായിലല്ലേ മറ്റേ കണ്ണട വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്ന ഇടയ്ക്ക് അതേപോലെ ഒരു സാധനം വേറൊരു പടത്തി വന്നു പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ. അയ്യോ, ഇനിയിപ്പം മഞ്ജു വാര്യർ മാമിന്റെ കൂടെ സാറ് വർക്ക് ചെയ്തു. അതിനു മുമ്പ് ഹലാൽ ലവ് സ്റ്റോറിയില് അസിസ്റ്റന്റ് ആയിട്ട് കയറിയ സമയത്ത് ഗ്രേസ് മാമിന്റെ അടുത്തും വർക്ക് ചെയ്തു. അപ്പൊ ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല ഈ ആക്ട്രസിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത്. അതില് എന്ത് മീൻസ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന നിലയിലാണ് മഞ്ജു വാര്യർ മാം ഉള്ളത്. ആ ഒരു വർക്ക് എക്സ്പീരിയൻസും ഈ ഒരു വർക്ക് എക്സ്പീരിയൻസും കമ്പാരിസൺ അല്ല കേട്ടോ, അത് വേറെ. അതെ, അങ്ങനല്ല. സൂപ്പർ സ്റ്റാർ എന്നുള്ളതിനപ്പുറത്ത് രണ്ട് നടിമാരുടെ അല്ലെങ്കിൽ നടന്മാരുടെ ഒക്കെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ എനിക്കിപ്പോൾ മഞ്ചേച്ചി ആയിരുന്നു എൻ്റെ ആ സിനിമയിൽ ആദ്യ സിനിമയിൽ എന്നുള്ളത് എനിക്കൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ രണ്ടാമത്തെ സിനിമയാണെങ്കിലും സുരാജേട്ടൻ തന്നെ സ്വന്തം പ്രൊഡക്ഷനിൽ ഒരു സിനിമ, സുരാജ് വെഞ്ഞാറമൂട് 24 വർഷമായിട്ട് സിനിമാ ഫീൽഡിലുള്ള അതിനേക്കാളേറെ കലാരംഗത്തുള്ള ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നാൽ പിന്നെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കാം എന്ന് പറയും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്താക്കാന്നല്ല, പ്രൊഡ്യൂസ് ചെയ്തതാണ്. അല്ല, ഞാൻ പറഞ്ഞു വരുമ്പോൾ അതിനൊരു പ്രാസത്തിന് പറഞ്ഞത് ചെയ്തേക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ അത് എൻ്റെ സിനിമയാവുന്നു എന്ന് പറയുന്നത് അതൊക്കെയാണ് നമുക്ക് ഈ ആർട്ട് കൊണ്ട് നമുക്ക് കിട്ടുന്ന വലിയ അനുഗ്രഹങ്ങൾ. അപ്പോൾ സുരാജേട്ടനെ പോലത്തെ ഒരാളുടെ സിനിമ, ആദ്യ പ്രൊഡക്ഷനിലെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ലിസ്റ്റിൻ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗ്രേസ്, ശ്യാം, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നമുക്ക് ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മളിതൊന്നും ആഗ്രഹിക്കാതിരിക്കും 1-2 ആൾക്കാരൊക്കെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അവരെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു അടിപൊളി മച്ചന്മാരാണല്ലോ, നമ്മൾ കുറച്ച് മോശമായെങ്കിലേ ഉള്ളൂ. വൈബ് ഉണ്ടോ എല്ലാവരും സെറ്റിലൊക്കെ? അതായത് ആക്ഷൻ പറയുന്നതിന് ശേഷവും ഇല്ല, അങ്ങനെ നമ്മുടെ സിനിമയുടെ ഒരു സ്വഭാവത്തിനനുസരിച്ചാണ് ആ സിനിമ സെറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു ബിനു എന്ന് പറയുന്ന ഒരാളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ബിനുവിൻ്റെ മൂഡ് എന്താണോ അതായിരിക്കും നമ്മുടെ സിനിമ സെറ്റിൻ്റെയും മൂഡ്. അപ്പോൾ സുരാജേട്ടനാണ് അത് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ
സുരാജേട്ടൻ അത് കഴിഞ്ഞ് ഒരു ആക്ഷൻ കട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സുരാജേട്ടൻ മൈക്കെടുത്ത് പാട്ട് പാടി താളം പിടിച്ച് ശ്യാമിനെ കൊണ്ട് പാട്ട് പാടിച്ച് അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് സെറ്റിൽ ഒരു ഓളുണ്ടായില്ല. 1-2 വീഡിയോസ് നമ്മൾ ഔട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും അങ്ങനെ. ഇപ്പം സുരാജ് ഏട്ടൻ, ഗ്രേസ്, വിനയ് പ്രസാദ് മാം ഒക്കെ ഞാൻ കൊച്ചിലെ മണിച്ചിത്രത്താഴ് കണ്ടിട്ടുള്ളതാ. നമ്മളോട് അത്രയും ഇതായിട്ട് സംസാരിക്കുന്നുണ്ട്. സുധീർ ഏട്ടനാണ് എൻ്റെ ഏറ്റവും വലിയ കമ്പനി അവിടുത്തെ. ഞങ്ങളാണ് ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. പുള്ളിയുടെ വീട്ടിൽ സോളാർ കറണ്ട് ആണെന്നൊക്കെ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് പറഞ്ഞു തന്നു. എന്തിനാണെന്ന് എനിക്കറിയില്ല, ഫുൾ എനിക്ക് പറഞ്ഞു തന്നു. എടാ സോളാർ വെക്കണോടാ വീട്ടിലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറയും. നല്ല കാര്യം അത്. അല്ല, സോളാർ ബെസ്റ്റാ. അല്ല, അപ്പൊ അങ്ങനെ എല്ലാവരും പല ഏജ്, പല സീനിയോറിറ്റി ഗ്രൂപ്പ്. ഞാൻ കൂട്ടത്തിൽ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഞാൻ വിചാരിച്ച കൂട്ടത്തിൽ ഏറ്റവും ചെറുതാന്ന് പറയും. പ്രായമല്ല ഞാൻ പറഞ്ഞ പടത്തിൽ. എനിവേ ഇപ്പൊ ഒരു മീം കണ്ടായിരുന്നോ, ലൈക്ക് മാം ഷേക്ക് ഹാൻഡ് കൊടുത്തില്ല എന്നും പറഞ്ഞിട്ട് ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് എല്ലാരും ഷേക്ക് ഹാൻഡ് കൊടുത്തിരിക്കുന്നു. ലൈക്ക് അത് തിരിച്ചു വന്ന് കൊടുത്തു. പക്ഷെ സ്റ്റിൽ ഇത് ഇങ്ങനൊന്നും അല്ലടാ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുമുണ്ട്. പക്ഷെ അതിനെ ബേസിൽ ജോസഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് കുറെ മീംസ് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടായിരുന്നോ? ബേസിൽ ജോസഫിന്റെ നമ്മുടെയൊക്കെ പിന്നെ ബേസിൽ ജോസഫിന് കിട്ടിയത് പണിയെന്ന് പറഞ്ഞ ഇവ അങ്ങ് എണീറ്റ് നിന്ന് എല്ലാരും കണ്ടെന്നേ. അത് അവർ മൈൻഡ് ചെയ്യാതെ ഇപ്പുറത്തോട്ട് പോകുന്നു. അതൊരു ഞാനായിരുന്നെങ്കിൽ അവിടെ നിന്ന് മരിച്ചു വീണത്. ശരിക്കും ഒരു 1 man ഷോ ആണോ? ഇല്ല 1 man ഷോ ഒന്നുമല്ല. എല്ലാവർക്കും, എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായിട്ടുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു മെയിൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിലൂടെ പോകുന്നേ ഉള്ളൂ. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മനോഹരങ്ങളായ പാട്ടുകളുമുണ്ട്. ഒരു 6 പാട്ടുണ്ട് അങ്കിത് മേനോന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പാട്ട് ഏതായിരുന്നു? ഇപ്പൊ ചേട്ടന്റെ പടത്തിൽ ഇറങ്ങിയ പാട്ട്. സൂപ്പർ ഹിറ്റ് ഉണ്ട്. എപ്പോഴും നിങ്ങൾ പാടിക്കൊണ്ട് നടക്കണമായിരുന്നു. മറ്റേ ഇതാണോ എന്താ റീൽസിലൊക്കെ ഉള്ളതാ. ഏതിലായാലും പാടി ഇന്നില്ല നോക്കിക്കോ. അങ്കിത് മേനോന്റെ ഇല്ല അതാണ്. ഗൂഗിൾ ചെയ്യാതെ ഒന്ന് പറഞ്ഞേ. നമ്മള് എല്ലാം കഴിക്കുന്ന ഒരു ആഹാരമാണ്. വാഴ കിട്ടുന്ന ഫ്രൂട്ടിന്റെ ഇംഗ്ലീഷ് നെയിം എന്താ? ബനാന. എനിക്ക് പാടാനൊന്നും അറിയില്ല. പിന്നെ ഞാൻ ബനാനെ. അപ്പൊ അങ്ങനെ ഹിറ്റ് സോങ്ങിന്റെ മ്യൂസിക് ഡയറക്ടറാണ്. ആ ഒരു സംഭവം നോക്കി വെച്ചിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ 6 പാട്ടുകളാണ് നമ്മുടെ ഉള്ളത്. അതിൽ 2 ചെറിയ ബിറ്റ് സോങ്, 4 ത്രൂ ഔട്ടായിട്ട് 6 പാട്ടും സിനിമയ്ക്കകത്തുണ്ട്. രസകരമായിട്ട് മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു സംവിധായകനാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര രസകരമായിട്ട് നമ്മളെല്ലാവരും വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വരുന്ന ഡിസംബർ 20 ഒരുപാട് വലിയ പടങ്ങൾ ഇറങ്ങുകയാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മളും വരുന്നത്. നിങ്ങൾ ആ സിനിമ കാണുക, കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരോട് പറയുക. അത്ര മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ നമ്മൾ എത്രയൊക്കെ ഇന്റർവ്യൂ ഒക്കെ കൊടുത്താലും ഇല്ലേ. ഇതില് ദശമൂലം ദാമോടെ ഒരു കംബാക്ക് ഉണ്ട്. ലാസ്റ്റിൽ ആ ഒരു ചിരി, ഒരു മൂക്കിൽ ഒറ്റ പഞ്ചി വെച്ചിട്ട് ഞാനത് നോട്ട് ചെയ്ത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു ടൈമിലൊക്കെ ചട്ടമ്പിനാടൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ ആ ചിരി മീംസിലൊക്കെ ഒരുപാടുണ്ട്, സ്റ്റിക്കേഴ്സ് ആയിട്ടും അല്ലാതെ തന്നെ ട്രോളന്മാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത്. അപ്പം ആ ഒരു ദശമൂലം റിലേറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റോറി അതില് ഉണ്ടോ? അല്ലെങ്കിൽ ആ ഒരു ചിരി ആ ചിരി ദശമൂലമായിട്ട് തോന്നിയോ? ലാസ്റ്റിൽ ഒരു ചിരിയില്ലേ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടുള്ള. ആക്ട് ചെയ്യരുത്, അതിന്റെ നോർമൽ ആയിട്ടൊരു ചിരി ഉണ്ടായിരുന്നു. നോർമലാണോ? ഓർമ്മപ്പെടുത്തിയെങ്കിൽ ഭയങ്കര സന്തോഷം. അല്ല, എനിക്കത് ദശമൂലമായിട്ട് ഫീൽ ചെയ്തു. അല്ല, അങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ സന്തോഷം. അല്ല, അത് അല്ലയോ? അപ്പോ കണ്ടു സിനിമ കാണണം. ഞാൻ എന്തായാലും കാണും. ഇതെന്റെ ഫസ്റ്റ് ഇന്റർവ്യൂവിന് എന്തായാലും കാണും, കണ്ടിരിക്കും. പിന്നെ അതിലൊരു ഗ്ലൂക്കോവിറ്റി ആണോ? അത് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്പെഷ്യൽ ബ്രാൻഡ് ആണ്. അത് ഇറങ്ങിയാൽ മാത്രമേ അറിയുള്ളൂ. ഞാൻ ആദ്യം ചോദിക്കണ വെച്ചാൽ എന്താ സംഭവം? ഗ്ലൂക്കോവിറ്റി ആണോ, മെൻഡോസ് ആണോ, എന്താണ്? ചൂയിങ് ആണല്ലേ. പിന്നെ എന്താണ് കൂടുതൽ ഈ ഇഡി ആയിട്ടുള്ള വിശേഷങ്ങൾ എന്താ ഞങ്ങൾ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്? ഈ പറഞ്ഞ സുരാജേട്ടനും അതല്ലെങ്കിൽ ഈ പറഞ്ഞ ആക്ടേഴ്സൊക്കെ അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കുടുംബ ചിത്രം എന്ന അർത്ഥത്തിലാണ് 20-ാം തീയതി എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരു വലിയ സിനിമകളുടെ കൂടെ വരുന്ന ഒരു ചെറിയ സിനിമയാണ്. പക്ഷേ സിനിമയുടെ കണ്ടന്റ് വൈസ് വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന റിലേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്.
ഫാമിലി എന്റർടൈനർ ആണ്. ഒരു ഡാർക്ക് ഹ്യൂമറിൽ ഡാർക്ക് ജോണറിൽ പറയുന്ന ഫണ്ണായിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും ഇതിപ്പോൾ നമ്മളിനി എന്ത് പറഞ്ഞിട്ട് സുരേട്ടൻ പറഞ്ഞ കാര്യമില്ല. ഈ 20-ാം തീയതി ആൾക്കാർ കാണുക, കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിലൊന്നുമില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും അടുത്ത കാണാത്ത ആൾക്കാരോട് റെക്കമെൻഡ് ചെയ്തിട്ട് എല്ലാവരും ഇത് കാണുക, വിജയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് റിക്വസ്റ്റ് ചെയ്യാൻ. ഇതില് പ്രൊഡക്ഷൻ ബേസിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് സാറ്. അപ്പം അതിലിപ്പം പുതിയൊരു വിലാസിനി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഈ ഒരു ഫിലിമില്. താൻ അഭിനയിച്ച പടത്തിൽ തന്നെ ഒരു പ്രൊഡക്ഷൻ കൊണ്ടുവന്നതിൽ സാറിന് എന്താ തോന്നുക? ലൈക്ക് എന്റെ പടത്തിൽ തന്നെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെയാണല്ലേ? ഇനിയും പുതിയ ഒരുപാട് പടത്തിലുണ്ടാവും ചെയ്യോന്നാണ് ചോദിക്കുന്നത്. ചെയ്യും. നല്ല കണ്ടന്റുകൾക്കാണ് നമ്മള് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു നായകൻ നിരയിലേക്ക് വരാൻ ഇതുള്ള ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടെ. അദ്ദേഹത്തിന്റെ അതെല്ലാം 100 കോടിയാന്ന് അവൻ തന്നെ പറയല്ലേ, അവൻ ചെയ്തല്ലേ. അപ്പൊ ആരാഗ്രഹിക്കാത്തത്? ഇപ്പൊ ഞാൻ മാത്രമല്ല, എനിക്ക് നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ ഏത് സിനിമയും പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. നല്ല തിരക്കഥകൾ വരട്ടെ, പുതിയ തിരക്കഥാകൃത്തുകൾ ഗംഭീരമായിട്ട് നല്ല തിരക്കഥകൾ ഉണ്ടാവട്ടെ, അതെല്ലാം എൻ്റെ അടുത്ത് വരട്ടെ, എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഇനി ഇപ്പം വേറൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഇപ്പം വിക്രം സാറിന്റെ കൂടെ ഒരു തമിഴ് മൂവി വരുന്നുണ്ട് 60. സാറിന്റെ കൂടെ വിക്രം സാറും SJ സൂര്യ, പൃഥ്വിരാജ്. ഓക്കെ, വിക്രം സാറിന്റെ കൂടെ ഒരു പടം വരുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അടിപൊളി മൂവിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ കൂടിയാണ് വിക്രം സാറ്. അദ്ദേഹമായിട്ട്, അതുപോലെ തന്നെ SJ സൂര്യ സാർ, അവരുമായിട്ടൊക്കെ സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. നെക്സ്റ്റ് ഇയർ റിലീസ് ഉണ്ടാവും. ഈ 2025 തന്നെ അത് തിയേറ്ററുകളിലെത്തും. അത് കോമ്പറ്റീഷൻ ആവും. നമുക്കും റിലീസ് വരുന്നുണ്ട് 2025 കോമ്പറ്റീഷൻ ആവും. അത് മാമിന്റെ ജോണർ എങ്ങനെയാ വരുന്നത്? ഫാമിലി ഡ്രാമയാണ്, കോമഡി ഡ്രാമ. അതെ അതെ അതെ. ഇനിയിപ്പോ തെലുങ്കു എങ്ങനെയാ വരുന്നത്? അത് എനിക്ക് റിവീൽ ചെയ്യാറായിട്ടില്ല, കാരണം ഒഫീഷ്യലി അനൗൺസ് പറയാൻ പറ്റില്ല. ഞാനിപ്പോ ഷൂട്ട് എനിക്ക് 2 ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പടം ഒഫീഷ്യലി അവരൊന്നും പടത്തിനെ പറ്റി ഒന്നും ഒരിടത്ത് അനൗൺസ് ചെയ്തിട്ടില്ല. അല്ല, അത് ചെയ്തിട്ട് നോക്കിയിട്ട് ശരിയാവുകയാണെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് വിചാരിച്ചിട്ട്. റിലീസിന് വേണോ വേണ്ടയോ എന്നൊന്നും തീരുമാനം എടുത്തിട്ടില്ല. 2 ദിവസം പോയിട്ട് തിരിച്ചു നിന്നെ തിരിച്ചു വിളിക്കാന്ന് അറിയില്ല, നോക്കാം. ട്രയലായിരുന്നു. ലാസ്റ്റ് ജസ്റ്റ് കിഡിങ്. ഇതിൽ അതേപോലെ എന്തെങ്കിലും ഉണ്ടോ? എന്തായാലും ഞാൻ പടം കാണുന്നതായിരിക്കും. ഞാൻ നിങ്ങളുടെ പടത്തിന് വേണ്ടി ഓൾ ദി ബെസ്റ്റ് പറയാണ് എന്റെ ഭാഗത്ത് നിന്ന്, എന്റെ ക്രൂവിന്റെ ഭാഗത്ത് നിന്നും. 20-ാം തീയതിയാണ് റിലീസ്. അപ്പം എല്ലാവരും പോയി കാണാം. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ്. താങ്ക് യു. നൗറിന്റെ ആദ്യ സംരംഭമാണെന്ന് പറയില്ല, നന്നായിട്ട് ചെയ്തു. അപ്പൊ ഇനിയും ഒരുപാട് മമ്മൂക്ക, ലാലേട്ടൻ, ഷാരൂഖ് ഖാൻ, അങ്ങനെ ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.